ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇത് രാവിലത്തെ കുറച്ച് തിരക്ക് പിടിച്ച കുറച്ച് കറിവെപ്പും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ പരിപാടിയാണ്. അപ്പം അഥവാ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പുഹ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പുഹയെന്ന് വെച്ചാൽ മുട്ട ഇട്ടുകൊണ്ടുള്ള പുഹയാണേ. അതായത് അവലും കൊണ്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുട്ട ചേർത്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടത് തക്കാളി, സവാള, പച്ചമുളക് ഇതൊക്കെയാണ് വേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെയും വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം നിങ്ങൾക്ക്. ഞാനിപ്പം തക്കാളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചീനിച്ചിട്ട് ചൂടാറാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. അതൊന്ന് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ ഞാൻ അഭിമുഖ സ്കൂളിൽ കൊണ്ട് വേണ്ടി ഞാൻ ചോറിന് മുട്ട പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള വഴണ്ടി വരുന്നുണ്ട്. പുഹ അതായത് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാള വേണ്ടതിനകത്തേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അഭിമുഖക്ക് മുട്ട പൊരിച്ചിട്ട് ചമ്മന്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി ചമ്മന്തി മുട്ട പൊരിച്ചത് കോവയ്ക്ക മരിക്കോട്ടയും മതി എന്ന് പറഞ്ഞു ചേട്ടായിക്കും. അപ്പോൾ ചേട്ടയ്ക്ക് അങ്ങനെ അതാണ് കറി. ഞാൻ ആദ്യമേ പുളിയും പച്ചമുളക് ഇട്ട് അരച്ചു. അതിന് ശേഷമാണ് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ശരിക്കും അറിയത്തില്ല എല്ലാം കൂടി, അതാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നിറഞ്ഞ് ഇളക്കി അതിലേക്ക് ശകലം ഗരം മസാല ഇട്ട് കൊടുത്തു. അതും ഒരു 1/2 സ്പൂണ്, ചെറിയ സ്പൂൺ 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചിടും. അതൊന്ന് മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്യുന്നതിനകത്തേക്കാണ് നമ്മൾ ഈ അവൽ അതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് മിക്സ് ചെയ്യണേ. എന്നിട്ട് അതൊരു ഡ്രൈ ആവണ വരെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതൊരു കുക്കിംഗ് ചാനൽ അങ്ങനെയല്ല ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ. ഇത് കുക്കിംഗ് ഉണ്ട്, പിന്നെ നമ്മൾ കിച്ചണിൽ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് ഉണ്ട്, പിന്നെ ക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ ജ്വല്ലറി മേക്കിങ്, ഹെയർ ആക്സസറീസ് മേക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ഉൾപ്പെട്ടതാണ് എൻ്റെ വീഡിയോയിൽ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ AL ഫാമിലി ഡ്രീംസിലെ ഫാമിലി മെമ്പേഴ്സിന് എൻ്റെ വീഡിയോ കണ്ടിട്ട് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.